السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ثلاثة الأصول എന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബിന്റെ വിശദീകരണമാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നാം കേട്ടുവന്നത്. അവസാനമായി നാം പറഞ്ഞത്, ഒരു മുസ്ലിം നിർബന്ധമായും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയ്ഖ് റഹിമഹുള്ള സൂചിപ്പിച്ചത്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. അവൻ നമ്മെ യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ വിട്ടിട്ടില്ല. മറിച്ച് നമ്മിലേക്ക് അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. ആരാണോ ആ പ്രവാചകനെ അനുസരിച്ചത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ ആ പ്രവാചകനെ അനുസരിക്കാതെ, അവിടുത്തെ കൽപ്പനകൾ മുഖവിലക്കെടുക്കാതെ ആ പ്രവാചകനെ തള്ളിക്കളയുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവരാരാണോ അവർ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. ഇതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കിയ കാര്യം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ ഇബാദത്തിൽ മറ്റൊരാളെയും പങ്കു ചേർക്കപ്പെടുന്നത് തൃപ്തിപ്പെടുകയില്ല. അത് അള്ളാഹുവിങ്കൽ സാമീപ്യമുള്ള മലക്കുകളാകട്ടെ, അതല്ല അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരാകട്ടെ, ആരായിരുന്നാലും ശരി, അള്ളാഹു ഒരിക്കലും ശിർക്ക് തൃപ്തിപ്പെടുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഈ 2 കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇനി മൂന്നാമത്തെ അടിസ്ഥാന തത്വം, മൂന്നാമത്തെ മസ്അല, അതിലേക്കാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അപ്പോൾ നാം ഈ സൂചിപ്പിച്ച 2 അടിസ്ഥാന തത്വങ്ങൾ, അതിലൊന്നാമത്തേത്, അതിൽ തൗഹീദുൽ റുബൂബിയ്യ, അതുപോലെ രണ്ടാമത്തെ അടിസ്ഥാന തത്വത്തിൽ തൗഹീദുൽ ഉലൂഹിയ്യ, അതിനെക്കുറിച്ചെല്ലാം ഗ്രന്ഥകാരൻ സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ, അതോടുകൂടി അയാൾ മുസ്ലിമായി തീരുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അവനിൽ ഉണ്ടായിരിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അടുത്തതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്ന മൻ അതാഅ റസൂല വവഹദ അല്ലാഹ്, റസൂലിനെ അനുസരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുകയും, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച, എന്ന് അംഗീകരിച്ച ഒരു വ്യക്തി, ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദ്ദ അല്ലാഹ വ റസൂലഹു, അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിരെ നിൽക്കുന്ന ആളുകൾ, അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ, അവരോട് അടുത്ത സ്നേഹബന്ധം സ്ഥാപിക്കൽ അനുവദനീയമല്ല. വലൗ കാന അഖറബ ഖരീബ്, അവർ എത്ര തന്നെ അടുത്ത ബന്ധുക്കളായിരുന്നാലും ശരി. ഈ വിഷയമാണ് അൽ വലാഉ വൽ ബറാ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷയമാണ്. നമ്മുടെ അഖീദയുടെ അടിസ്ഥാന വിഷയമാണ് അൽ വലാഉ വൽ ബറാ. അള്ളാഹുവിന്റെ മിത്രങ്ങളെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ശത്രുക്കളെ വെറുക്കുക, അവരോട് വെറുപ്പുണ്ടാവുക. ഇതാണ് അൽ വലാഉ വൽ ബറാ എന്ന് പറയുന്നതിന്റെ ചുരുക്കം. ഒരു മുഅ്മിൻ, അവന്റെ അടുപ്പം, അവന്റെ സ്നേഹം, അതെല്ലാം അള്ളാഹുവിന്റെ മിത്രങ്ങളോടാണ്, അഥവാ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിട്ടുള്ള ആളുകളോടാണ്. എന്നാൽ അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അവന്റെ ദീനിനെ നിഷേധിക്കുന്ന, റസൂലിനെ കളവാക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും ചീത്ത പറയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുമായി ഒരു മുഅ്മിൻ എങ്ങനെയാണ് ബന്ധം വെച്ച് പുലർത്തുക? അവരെ എങ്ങനെയാണ് ആത്മമിത്രമാക്കുക? അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിക്കുക പോലും സാധ്യമല്ല. മറിച്ച് അത്തരത്തിലുള്ള ആളുകളോട് അവൻ, മുഅ്മിനീങ്ങളായ ആളുകൾ, ബറാഅത്തിലാണ്, അഥവാ അവരോട് ബന്ധവിച്ഛേദനമാണ്, അവരോട് അകൽച്ചയിലാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
നിങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മോശമായ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി, അവരുമായി നിങ്ങൾ കൂട്ടുകൂടുമോ? അത്തരത്തിലുള്ള ആളുകളോട് നാം സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും? നാം അവരോട് സംസാരിക്കുകയില്ല, അവരുമായി ബന്ധമുണ്ടാവുകയില്ല. എന്നാൽ അതിനേക്കാൾ നാം സ്നേഹിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന, ചീത്ത പറയുന്ന, നിഷേധിക്കുന്ന ആളുകൾ, അവരോട് നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നാണ് ഇതിലൂടെ ഗ്രന്ഥകാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ അടിത്തറകളിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെയും അതുപോലെ അവന്റെ ദീനിന്റെയും പേരിലുള്ള സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ അത് മുഖേന അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് കഴിയുന്നതാണ്, അത് അവന് അനുഭവപ്പെടുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്. ഇതാകുന്നു ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ ഇഷ്ടമുള്ളതായി ഒരു മുഅ്മിനിന് മറ്റൊന്നുമില്ല. ഇങ്ങനെയാണ് ഒരു വ്യക്തിയെങ്കിൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും അതിനോട് എതിരെ നിൽക്കുന്ന ആളുകളോട് അവന് ദേഷ്യവും വെറുപ്പുമാണ് ഉണ്ടാവുക സ്വാഭാവികമായും. രണ്ടാമത്തേത്, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം മറ്റൊരാളെ ഇഷ്ടപ്പെടുക. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടങ്ങളോ ലാഭങ്ങളോ നേടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് അവൻ മറ്റൊരാളെ സ്നേഹിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അവൻ എത്രമാത്രം വെറുപ്പായിരിക്കുമോ അത്രയും വെറുപ്പായിരിക്കും കുഫ്റിലേക്ക് വീണ്ടും മടക്കപ്പെടുക എന്നുള്ളത്. സത്യനിഷേധത്തിലേക്ക് വീണ്ടും മടക്കപ്പെടുക എന്നത് നരകത്തിലേക്ക് അവന് എറിയപ്പെടുന്നത് എത്ര വെറുപ്പായിരിക്കുമോ അതുപോലെ വെറുപ്പായിരിക്കും. ഇങ്ങനെയുള്ള 3 വിഭാഗം ആളുകൾ, ഈ 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതിലായി ജീവിച്ച് മരിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതിലാണ് എല്ലാ നന്മയും ഉള്ളത്. പ്രവാചകന്മാർ തങ്ങളുടെ മക്കൾക്ക് നൽകിയ ഉപദേശത്തിൽ കാണാം, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന് പ്രവാചകന്മാർ തന്റെ മക്കളോട് ഉപദേശം നൽകിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പും. ഇതാണ് ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾ, അവന്റെ ദീനിനോട് എതിരെ നിൽക്കുന്ന ആളുകൾ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവർ, ഇവരോട് അകന്നു നിൽക്കുവാൻ ഒരു മുഅ്മിനിനെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, അവൻ അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. അവന്റെ സ്നേഹവും അവന്റെ വെറുപ്പുമെല്ലാം അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഒരു മുഅ്മിൻ അള്ളാഹുവെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം അവൻ അള്ളാഹുവിനെ വെറുക്കുന്ന ആളുകളോട്, അള്ളാഹുവിനോട് എതിരെ നിൽക്കുന്ന ആളുകളോട് വെറുപ്പുള്ളവരും ദേഷ്യമുള്ളവരുമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലാ തജിദു ഖൗമൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, നബിയെ താങ്കൾക്ക് കണ്ടെത്തുക സാധ്യമല്ല ഒരു വിഭാഗം ആളുകളെ. അവരെങ്ങനെയുള്ളവരാണ്? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. എങ്ങനെയുള്ളവരായി? യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരെ നിൽക്കുന്നവരായി, ശത്രുത പുലർത്തുന്നവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത് നബിയെ താങ്കൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാൾ അവർ അള്ളാഹുവുമായി എതിരെ നിൽക്കുന്ന ആളുകളുമായി ആത്മബന്ധമോ അടുത്ത സ്നേഹബന്ധമോ വെച്ച് പുലർത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണിത്. അവിടുന്ന് പറഞ്ഞു,
ശിർക്കിൽ നിന്നും അതുപോലെ അതിന്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ആളുകൾ അവരെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹ്. ഇബ്രാഹിം നബിയിലും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വസിച്ച ആളുകൾ അവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ജനതയോട് തങ്ങളുടെ നാട്ടിലുള്ള ആളുകളോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളുമായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടുകാരോട് തന്റെ ജനതയോട് പ്രഖ്യാപിക്കുകയാണ്, കഫർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده. നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ നമുക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവുമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അഥവാ അൽ ബറാഅതു മിന ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുക. എന്നിട്ട് ആ ശിർക്കിന്റെ വിപരീതമായ തൗഹീദ്, ഇഖ്ലാസ്, അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരിക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യമാണിത്. കാരണം ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയും എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പ്രഖ്യാപിച്ച കാര്യം അല്ലാഹു എടുത്തു പറയുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ശിർക്കുമായും അതിന്റെ ആളുകളുമായും നമുക്ക് മൈത്രി ബന്ധം, അവരോടുള്ള സ്നേഹബന്ധം അടുത്ത ഉറ്റമിത്രമായി അവരെ നമുക്ക് സ്വീകരിക്കുക സാധ്യമല്ല. മൂന്നാമത്തേത്, ഒരു മുഅ്മിനായ വ്യക്തി അവൻ അല്ലാഹുവേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹു വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ്. അങ്ങനെ മുഅ്മിനായ ഒരു വ്യക്തി അവൻ അല്ലാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാകുമ്പോൾ അല്ലാഹുവിനോട് എതിരെ നിൽക്കുന്ന ആളുകളോട് അവന് ഹൃദയത്തിൽ അവനോട് വെറുപ്പും അവനോട് കോപവും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവുക എന്നത് അത് ഈമാനിന്റെ അടയാളവും അതിന്റെ പൂർത്തീകരണവുമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്താൽ, വ അഅതാ ലില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നൽകുകയും, വ മനഅ ലില്ലാഹ്, തടയുകയും ചെയ്താൽ, തടയുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്താൽ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു മുഅ്മിനായ വ്യക്തിയെ അല്ലാഹുവല്ലാത്ത ആളുകൾ, അല്ലാഹുവിനോട് എതിരെ നിൽക്കുന്ന ആളുകളോട് അവനുണ്ടാകുന്ന വെറുപ്പും അവനുണ്ടാകുന്ന കോപവുമെല്ലാം ഈ മൂന്ന് ഘടകങ്ങളുടെ പേരിലാണ്. ഇനി ഒരു വ്യക്തി അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ, എന്ന് വാദിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് നടപ്പിൽ വരുത്താൻ, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നവർ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ നിർബന്ധമായും പിൻപറ്റേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, هذه الآية الكريمة حاكمة على كل من ادعى محبة الله وليس هو على الطريقة المحمدية فإنه كاذب في دعواه في نفس الأمر. അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ, അവർക്ക് മേൽ ഒരു വിധി തീർപ്പാക്കുന്ന ഒരു ആയത്താണിത്. കാരണം അവന്റെ വാദം അത് ആത്മാർത്ഥമാണോ അതല്ല കേവലം ചില സംസാരങ്ങൾ മാത്രമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണത്? ആ വാദിക്കുന്ന വ്യക്തി അവൻ മുഹമ്മദ് നബിയുടെ മാർഗത്തെ പിൻപറ്റാത്തവനാണെങ്കിൽ
അവൻ തന്റെ വാദത്തിൽ കളവ് പറയുന്നവനാണ്. ഇനി അവന്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം അത് മുഹമ്മദ് നബിയുടെ മാർഗത്തിനനുസരിച്ചാക്കുന്നത് വരെ അവന്റെ ആ വാദം സത്യസന്ധമാവുകയില്ല എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നൽകിയതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവെ നമുക്കിഷ്ടമാണ് എന്ന് വാദിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ അതിന്റെ മാർഗം നാം അന്വേഷിക്കേണ്ടതുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന ഇത്തിബാഉ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലഫുകൾ പറഞ്ഞതായി കാണാം, ലൈസ അശ്ശഅനു അൻ തുഹിബ്ബ വലാകിന്ന അശ്ശഅന അൻ തുഹബ്ബ. നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വാദിക്കുന്നതിൽ, അത് പറയുന്നതിലല്ല കാര്യം, മറിച്ച് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നതിൽ, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യം. എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നതിലല്ല കാര്യം, മറിച്ച് അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് ലഭിക്കുന്നുണ്ടോ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണോ ഞാൻ ചെയ്യുന്നത്, അത് നാം പരിശോധിക്കുക, അതിലാണ് കാര്യമെന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. കാരണം മുശ്രിക്കുകളായ ആളുകൾ അവരും പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവരങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ വാദത്തിലല്ല കാര്യം, മറിച്ച് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യമെന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരാളോടുള്ള സ്നേഹം, ഒരാളോടുള്ള പെരുമാറ്റം, അത് അയാളോടുള്ള ഇടപാടുകൾ, പെരുമാറ്റം അത് എളുപ്പമാക്കുന്നത് പോലെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിക്കാൻ അത് നമുക്ക് എളുപ്പമാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നാം ഈ പറഞ്ഞ ഈ കാര്യം, അതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല. എങ്ങനെ കണ്ടെത്തുക സാധ്യമല്ല? യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് നിൽക്കുന്നവരുമായി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലൗ കാനൂ ആബാഅഹും. ഈ ആളുകൾ, ആ എതിർപ്പ് നിൽക്കുന്ന ആളുകൾ, അവരവരുടെ പിതാക്കളോ, ഔ അബ്നാഅഹും അവരുടെ മക്കളോ, ഔ ഇഖ്വാനഹും അവരുടെ സഹോദരന്മാരോ, ഔ അശീറതഹും അവരുടെ അടുത്ത ബന്ധുക്കളോ, അവരാരായിരുന്നാൽ പോലും അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതായി നിനക്ക് കാണുക സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം രേഖപ്പെടുത്തുകയും വഅയ്യദഹും ബിറൂഹിൻ മിൻ. അല്ലാഹു അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് ഈ ദുനിയാവിൽ അവർക്കൊരു പിൻബലം നൽകുകയും ചെയ്യുന്നതാണ്. നാളെ പരലോകത്ത് അവരുടെ അവസ്ഥ എന്താണ്? വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്, ഉലൈക ഹിസ്ബുല്ലാഹ്. അവരാകുന്നു അല്ലാഹുവിന്റെ കക്ഷി. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്ന ആളുകൾ. നോക്കൂ, അല്ലാഹുവും അവന്റെ റസൂലുമായി എതിര് നിൽക്കുന്ന ആളുകൾ, അവർ ആരായിക്കൊള്ളട്ടെ, അവരുമായി ആത്മബന്ധം പുലർത്തുന്നവരല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. മുഅ്മിനീങ്ങളെ നിനക്ക് അത്തരത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ ആയത്ത് അവതരിച്ചത് വലൗ കാനൂ ആബാഅഹും, അവർ നിങ്ങളുടെ പിതാക്കളായിരുന്നാലും. അതാരുടെ വിഷയത്തിലാണ്? നസലത് ഫി അബീ ഉബൈദ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. കാരണം അദ്ദേഹം തന്റെ പിതാവിനെ ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തുകയുണ്ടായി. നോക്കൂ, പിതാവിനെയാണ് അദ്ദേഹം കൊലപ്പെടുത്തുന്നത്. അത്രയും ബന്ധമുണ്ട്. പക്ഷേ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് നിൽക്കുന്നതായതുകൊണ്ടാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ വധിക്കുകയുണ്ടായത്. ഔ അബ്നാഅഹും, അവരുടെ മക്കളായിരുന്നാൽ പോലും. ഇത് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഇതിറങ്ങിയിട്ടുള്ളത്. കാരണം ബദർ യുദ്ധ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ
അബ്ദുറഹ്മാനിനെ അന്വേഷിക്കുകയായിരുന്നു വധിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല, അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു. ഔ ഇഖ്വാനഹും, ഇനി ഈ ആളുകൾ അവർ നിങ്ങളുടെ സഹോദരന്മാരായിരുന്നാലും. ഇതാരുടെ വിഷയത്തിലാണ്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ സഹോദരനായ ഉബൈദ് ബിൻ ഉമൈർ അദ്ദേഹത്തെ ബദർ യുദ്ധത്തിൽ വധിക്കുകയുണ്ടായി. ഔ അശീറതഹും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത്. കാരണം അദ്ദേഹം ബദർ ദിവസം അദ്ദേഹത്തിലെ ഒട്ടനവധി അടുത്ത ആളുകളെ അദ്ദേഹം വധിക്കുകയുണ്ടായിട്ടുണ്ട്. നോക്കൂ, അടുത്ത ആളുകൾ, സഹോദരൻ, തങ്ങളുടെ ബാപ്പ, ഇവരെയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരിടുന്നതിന്റെ പേരിൽ യുദ്ധത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അവരുടെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് നമുക്ക് കാണാം, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ നിന്റെ മേൽ നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ, അഥവാ മാതാപിതാക്കൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കാഫിരീങ്ങളായ അവിശ്വാസികളാണെങ്കിൽ അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയാണ്, അവർ അതിനുവേണ്ടി നിർബന്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, നീ ആ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ് ദുനിയാ മഅറൂഫ, എന്നാൽ ഈ ദുനിയാവിൽ നീ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം, നല്ല നിലയിൽ അവരോട് സഹവസിക്കണം. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും താമസവും സൗകര്യവും എല്ലാം നീ ചെയ്തു കൊടുക്കണം. നല്ല വാക്ക് പറയുക, നല്ല രൂപത്തിൽ പെരുമാറുക. പക്ഷേ അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ, നിന്നെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. ഈ ആയത്ത് അവതരിച്ചത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് പറയുകയാണ്, ലതദഅന്ന ദീനക ഹാദാ, നീ നിന്റെ ഈ ദീൻ അത് ഉപേക്ഷിക്കുക തന്നെ വേണം. ഔ ലാ ആകുലു വലാ അശ്റബു ഹത്താ അമൂത്, അതല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് ആ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു പോയാൽ നാട്ടുകാർ നിന്നെ കുറിച്ച് പറയും, യാ ഖാതില ഉമ്മി, ഉമ്മയെ കൊന്നവനെന്ന് നിന്നെ നാട്ടുകാർ വിളിച്ചാക്ഷേപിക്കും. ഈ സമയത്ത് സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹം ഉമ്മയോട് പറയുകയാണ്, ലാ തഫഅലി യാ ഉമ്മ, എന്റെ ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി ലാ അദഉ ദീനി ഹാദാ ലിശൈഇൻ, ഞാൻ എന്റെ ഈ ദീൻ ഒന്നിനു വേണ്ടിയും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ഉമ്മ 2-3 ദിവസം വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ അവർ ബോധരഹിതയായി നിലച്ചു വീഴുകയാണ്. ആ സമയത്ത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹം പറയുകയാണ്, യാ ഉമ്മ തഅലമീന വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ കാനത് ലകി 100 നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സ, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ ആത്മാക്കളും അത് പോവുകയും അത് ഓരോന്നും പോയി താങ്കൾ മരണമടഞ്ഞാലും മാ തറക്തു ദീനി ഹാദാ ലിശൈ, ഞാൻ എന്റെ ഈ ദീൻ ഒന്നിനു വേണ്ടിയും ഉപേക്ഷിക്കുന്നതല്ല. ഫഇൻ ശിഅ്തി ഫകുലി, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. വഇൻ ശിഅ്ത ലാ തഅകുലി വഇൻ ശിഅ്തി ലാ തഅകുലി, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം. എന്നിട്ട് ആ സ്ത്രീ അവർ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. നോക്കൂ, ഒരു ഉമ്മ അദ്ദേഹത്തെ സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹത്തെ ദീനിൽ നിന്നും പിറകോട്ട്, ആ ദീന് സ്വീകരിച്ചതിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി ശപഥം ചെയ്തിട്ടും അള്ളാഹുവിനോട് എതിര് നിൽക്കുന്ന, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് നിൽക്കുന്ന തന്റെ ഉമ്മയോട് അദ്ദേഹം ആ വിഷയത്തിൽ അനുസരണ കാണിക്കുന്നില്ല, മറിച്ച് അവിടുന്ന് എതിര് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതായിരിക്കണം നമ്മുടെ നിലപാടും. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് നാം സ്വീകരിക്കേണ്ട നിലപാട് ഇത്തരത്തിലായിരിക്കണം. ഇനി ഒരു മുഅ്മിനായ ഒരു വ്യക്തി അവന് അവിശ്വാസികളായ ആളുകളോട് അവരെന്തൊക്കെ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അവരുമായി ചെയ്യാം എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നാം പറഞ്ഞു, അള്ളാഹുവിനോട് എതിര് നിൽക്കുന്ന, അവന്റെ റസൂലിനോട് എതിര് നിൽക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പും ശത്രുതയും വേണമെന്ന് പറയുമ്പോൾ അവരോട് അനീതി ചെയ്യാൻ, അവരോട് ഉൽമ ചെയ്യാൻ
ഒരിക്കലും നമുക്ക് അനുവാദമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്ന ആളുകൾ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, അതുപോലെ നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമായി അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവരോട് നന്മ ചെയ്യാം. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നന്മ ചെയ്യുന്നതും അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളെ വിലക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നാമുമായി യുദ്ധം ചെയ്യാത്ത, നമ്മളെ വീട്ടിൽ നിന്നും ആട്ടിയോടിക്കാത്ത അവിശ്വാസികളായ ആളുകളുണ്ടാകും. അവർക്ക് നന്മ ചെയ്യുന്നത്, അവർക്ക് പുണ്യം ചെയ്യുന്നത് അതൊരിക്കലും അള്ളാഹു വിലക്കുന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ അവരുടെ മതത്തെ സ്നേഹിക്കുവാനോ അവരുടെ ആശയങ്ങളെ കടമെടുക്കുവാനോ ഒരിക്കലും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അനുവാദമില്ല. അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അവർക്ക് പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതെല്ലാം അവരെ പിൻപറ്റുക, അവർക്ക് മാത്രമുള്ള വസ്ത്രധാരണങ്ങൾ, രീതികൾ, അതിലവരോട് സാദൃശ്യപ്പെടുക, ഇതൊന്നും ഒരു മുഅ്മിനായ ഒരു വ്യക്തിക്ക് യോജിച്ച കാര്യമല്ല, അവന് അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് നാം തിരിച്ചറിയുക. എന്നാൽ അവിശ്വാസികളായ ആളുകൾ, അവരോട് നമുക്ക് മുആമലാത്തുകൾ നമുക്ക് അനുവദിച്ച് നൽകിയ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായി കച്ചവടം, വാങ്ങുക, വിൽക്കുക, ഇതെല്ലാം അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസികളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരുടെ സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അയൽവാസി അവനൊരു അവിശ്വാസിയാണെന്ന് വിചാരിക്കുക, അവനുമായി നമുക്ക് അയൽവാസി ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാൾ, അവൻ ഫലാ യുഅ്ദി ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. അങ്ങനെ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അവരോടുള്ള അയൽവാസി ബന്ധം അത് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അവർ രോഗിയായാൽ സന്ദർശനം നടത്തുക, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, സന്മാർഗം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അവരിൽ പാവപ്പെട്ട ആളുകൾ, അവരെ സഹായിക്കുക, ദരിദ്രരെ സഹായിക്കുക, അവരോട് നല്ല വാക്ക് പറയുക, ഇതൊന്നും അവരോടുള്ള ആത്മബന്ധമോ അതല്ലെങ്കിൽ അവരുടെ ദീനിനോടുള്ള സ്നേഹമോ അല്ല എന്ന് നാം പ്രത്യേകം തിരിച്ചറിയുക. എന്നാൽ അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നും നാം സ്വീകരിക്കുവാനോ അതിന്റെ ഭാഗമാകുവാനോ ഒരു മുസ്ലിമിന് ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, ഫല്യൻദുർ അഹദുക്കും അലാ മൻ യുഖാലിൽ, നിങ്ങൾ ആരുമായാണ് കൂട്ടുകൂടുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളുക. ഈമാനുള്ളവരുമായി, സ്വാലിഹീങ്ങളുമായി നാം ബന്ധം പുലർത്തുക. അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും അവരുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും എല്ലാം നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അത് നാം നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. മറ്റുള്ള വിശ്വാസികൾ, മറ്റുള്ള സമുദായക്കാർ, അവരുടെ ആഘോഷങ്ങൾ അതിന് മുസ്ലിമീങ്ങളുടെ ആഘോഷമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. എന്നാൽ ഒരു മുഅ്മിൻ, അവന്റെ മിത്രങ്ങൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു. ഒരു മുഅ്മിനിന്റെ മിത്രം, അവന്റെ മിത്രങ്ങൾ ആരാണ്? അല്ലാഹുവും അവന്റെ റസൂലുമാണ്. വല്ലദീന ആമനു, അതുപോലെ വിശ്വസിച്ച ആളുകൾ, അല്ലദീന യുഖീമൂന അസ്സലാ വയുഅ്തൂന അസ്സകാത വഹും റാക്കിഊൻ, നമസ്കാരം മുറപോലെ നിർവഹിക്കുന്ന, അതുപോലെ സക്കാത്ത് നൽകുന്ന ആളുകൾ, അവരാണ് ഒരു മുഅ്മിനീങ്ങളുടെ മിത്രങ്ങൾ. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ അടിസ്ഥാനമായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്, അൽ വലാഉ വൽ ബറാ, മുഅ്മിനീങ്ങളോടുള്ള സ്നേഹവും അവിശ്വാസികളായ ആളുകളോടുള്ള ബന്ധവിച്ഛേദനവും. അതാണ് അതിന്റെ ചുരുക്കം. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അടുത്തതായി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇഅലം അർശദകല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അള്ളാഹു നിനക്ക് സന്മാർഗം കാണിക്കട്ടെ. ശൈഖ് വീണ്ടും വായനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ വബിദാലിക അമറ അല്ലാഹു ജമീഅൻ നാസി വഖലഖഹും ലഹാ. ദീൻ അത് അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഇബ്രാഹിം നബിയുടെ മാർഗമായ ഹനീഫിയത്ത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക.
അപ്പോൾ ഇബ്രാഹിം നബിയുടെ മാർഗം മില്ലത്തു ഇബ്രാഹിം എന്ന് നാം ധാരാളം തവണ കേൾക്കാറുണ്ട്. അതാണ് അൽ ഹനീഫിയ. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ വഹ്ദഹു, നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് ഇബ്രാഹിം നബിയുടെ മാർഗമായ ഹനീഫിയത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാർഗം അതാണ് എല്ലാ മനുഷ്യരോടും കൽപ്പിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സൃഷ്ടിച്ചതും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്ന് വർഗത്തെ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്തതായി ശേഖ് വിശദീകരിക്കുന്നത് മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മാർഗം, അതാണ് അൽ ഹനീഫിയ. നാം പറഞ്ഞു അൽ ഹനീഫിയ എന്ന വാക്ക് അത് അൽ ഹനഫ് എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് അൽ ഹനീഫിയ വന്നിട്ടുള്ളത്. ഹനഫ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ചായുക എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം പറയുക. കാലിന് വളവുള്ള ആൾ, കാലിന് മുടന്തുള്ള ആൾ, റജുലുൽ അഹ്നഫ് എന്ന് നാം പറയാറുണ്ട്. മുടന്തുള്ള ആൾക്ക് റജുലുൽ അഹ്നഫ് എന്ന് അറബിയിൽ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വഴികേടിൽ നിന്നും മുക്തമായിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചെരിഞ്ഞ, അതിലേക്ക് ചാന വ്യക്തി, അതിനാണ് ഹനീഫ് എന്ന് പറയുക. അതുപോലെ ശിർക്കിൽ നിന്നും അതിന്റെ മാർഗത്തിൽ നിന്നും മാറിക്കൊണ്ട് തൗഹീദിലേക്ക് തിരിഞ്ഞ വ്യക്തി, അതാണ് അൽ ഹനീഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഹനീഫാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ വഴിയിൽ നിന്നും തെറ്റി തൗഹീദിന്റെ ശുദ്ധമായ മാർഗത്തിലേക്ക് ചാനവൻ ചേർന്നവനാക്കിയിരിക്കുന്നു എന്നതാണ്. അതുപോലെ എല്ലാ ബാത്തിലുകളിൽ നിന്നും വലാലത്തിന്റെ മാർഗത്തിൽ നിന്നും അതിൽ നിന്നും പിന്മാറിക്കൊണ്ട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് ചാനവൻ, അതിലേക്ക് ചേർന്നവൻ, അതാണ് അൽ ഹനീഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയ, ഇബ്രാഹിം നബി യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, മറിച്ച് അദ്ദേഹം ശിർക്കിൽ നിന്നും പരിപൂർണമായി അകന്നു നിന്ന ശുദ്ധ മനസ്കനും അതേപോലെ മുസ്ലിമൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. അതാണ് അൽ ഹനീഫിയ. മറ്റൊരായത്തിൽ കാണാം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ, തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അതുപോലെ ശിർക്കിൽ നിന്നും തെറ്റി തൗഹീദിന്റെ നേർവഴിയിൽ നിലകൊണ്ടിരുന്ന ഒരു ഇമാമായിരുന്നു അദ്ദേഹം. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം, അതിനെ ദൃഢപ്പെടുത്തുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതായി കാണാം, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം നബി തന്റെ പിതാവിനോടും തന്റെ നാട്ടുകാരോടും അദ്ദേഹം പറഞ്ഞ സന്ദർഭം അത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, തീർച്ചയായും നിങ്ങൾ ഈ ആരാധിക്കുന്നതുമായി അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞവനാണ്. എന്നിട്ട് പറഞ്ഞു, ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ, അഥവാ അള്ളാഹു ഒഴികെ. ആദ്യം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും നിഷേധിക്കുകയാണ്, അതിനെ തള്ളിപ്പറയുകയാണ്. എന്നിട്ട് ആരാധന, ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം സ്ഥിരപ്പെടുത്തുകയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ അർത്ഥം. അതാണ് അള്ളാഹു അല്ലാത്തതിനെ മുഴുവൻ നിഷേധിക്കുകയും ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മില്ലത്ത് ഇബ്രാഹിം അത് നാം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ശിർക്കുമായി ബന്ധം പുലർത്തുവാനോ ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും അതുമായി ബന്ധം സ്ഥാപിക്കുവാനോ ഒരു മുഅ്മിനായ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുകയാണ്, അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, മുഹമ്മദ് നബിയെ താങ്കൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ താങ്കൾ പിന്തുടരണം. ഏതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? അൻ തഅബുദല്ലാഹ വഹ്ദ,
അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവരോട് പറയാനായി അള്ളാഹു പറയുകയാണ്, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. അതുകൊണ്ട് ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും നാം വേറിട്ട് നിൽക്കുക. അത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തു ഇബ്രാഹിം നമ്മെ അറിയിക്കുന്നത്. നാം മനസ്സിലാക്കി, മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും മാർഗം. ഇത് തന്നെയാണ് മുഹമ്മദ് നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസ അലൈഹിസ്സലാമും അവരെല്ലാം ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ജനങ്ങളെ ക്ഷണിച്ചത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ മില്ലത്തു ഇബ്രാഹിം, ഈ ഹനീഫ് എന്നത് അൽ ഹനീഫിയ, ഈ മാർഗത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരിലേക്ക് അൽ ഹനീഫിയ എന്ന ഈ മാർഗത്തെ ചേർത്തു പറയാത്തത്? അതൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ ഉത്തരം, ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് മക്കയിലുള്ള ആളുകളിലേക്കായിരുന്നു. ആ അവതരണ കാലത്ത് അതിന്റെ ശ്രോതാക്കൾ മക്കയിലുള്ള ആളുകളായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവർ വാദിച്ചതെന്താണ്? ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്, ഇബ്രാഹിം നബിയുടെ ആളുകളാണ്, അദ്ദേഹത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകൾ വാദിച്ചിരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിന്തുടരുന്നവരാണെന്ന് വാദിക്കുന്നവരാണെങ്കിൽ അദ്ദേഹത്തെ പോലെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹനീഫിയ എന്ന ഈ തൗഹീദിന്റെ മാർഗത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്ത് പറഞ്ഞത്. രണ്ടാമത്തെ മറുപടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശേഷമുള്ള പ്രവാചകന്മാർക്കെല്ലാം ഒരു ഇമാമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബുൽ അംബിയ എന്ന പേരിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറിയപ്പെടുന്നത്. അങ്ങനെ പ്രവാചകന്മാരുടെ ഇമാമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് കാരണം അദ്ദേഹത്തിലേക്കാണ് ആ ഹനീഫിയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചേർത്ത് പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ മറുപടിയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമത്തേത്, അൽ ഹനീഫിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പിതാവ് ഇറക്കി വിടുകയാണ്. നാട്ടുകാരും ഭരണാധികാരികളും തീക്കുണ്ടാരമൊരുക്കി തീയിലേക്ക് എറിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ധാരാളം പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീൽ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഖലീലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. ഒന്നാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാം, രണ്ടാമത്തേത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് പ്രവാചകന്മാരും ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹനീഫിയ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച രണ്ട് പ്രവാചകന്മാരാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയേക്കാൾ മുൻകടന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അൽ ഹനീഫിയ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അങ്ങനെ ചേർക്കാനുള്ള കാരണം അതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഇബാദത്ത് സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ ഷർത്ത് എന്ന് നമുക്കറിയാം. ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് നിബന്ധനകൾ അനിവാര്യമായും ഉണ്ടാകണം. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹ്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നാം ധാരാളമായി കേൾക്കുന്ന പദമാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നൊക്കെ നാം അർത്ഥം വെക്കാറുണ്ട്. ഇഖ്ലാസ് എന്ന പദത്തിന്റെ അതിന്റെ ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പണ്ഡിതന്മാർ നൽകിയതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ,
കാലികളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗുണപാഠമുണ്ട്. എന്നിട്ട് പറഞ്ഞു യുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വജമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. ആ കാലികൾ അവരുടെ ഉദരത്തിൽ നിന്ന് കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ശുദ്ധമായ പാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കാലികൾ അതിന്റെ കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശുദ്ധമായ പാലിനെ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. ആ പാലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ചത് ഖാലിസ് അഥവാ സംശുദ്ധമായത്, യാതൊന്നും കലരാത്തത്, തെളിഞ്ഞത്. അതാണ് അൽ ഖാലിസ്, ഇഖ്ലാസ് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ സംശുദ്ധമായതായിരിക്കണം. നമ്മുടെ നിയ്യത്തിലോ നമ്മുടെ ഉദ്ദേശത്തിലോ ഒന്നും നാം അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും പങ്കു ചേർക്കാവതല്ല. അതാണ് ഇഖ്ലാസ് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധനയാണ് അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കുക അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. രണ്ടാമത്തെ നിബന്ധനയാണ് മുതാബഅത്തുർ റസൂൽ അല്ലെങ്കിൽ മുവാഫഖത്തുൽ ശർഅ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. ആ റസൂൽ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം നാം ഇബാദത്തുകൾ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും നല്ല പ്രവർത്തനം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതല്ലാതെ ഏറ്റവും അധികം കുറെ ചെയ്യുക എന്നതല്ല, മറിച്ച് ചെയ്യുന്ന പ്രവർത്തനം അത് നല്ലതായിരിക്കുക. ഇതിന്റെ വിശദീകരണത്തിൽ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ അമലു ലാ യുഖ്ബൽ ഹത്താ യകൂന ഖാലിസൻ സവാബ. ഒരു അമൽ അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ഖാലിസും സവാബുമായിരിക്കണം. എന്നിട്ട് പറഞ്ഞു അൽ ഖാലിസ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ ഇദാ കാന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അഥവാ ഇഖ്ലാസ്, നിഷ്കളങ്കമായി അല്ലാഹുവിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കുക. അതാണ് ഖാലിസ് എന്ന് പറഞ്ഞാൽ. വസ്സവാബ് ഇദാ കാന അല സുന്നഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച്, സുന്നത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയായി ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് ശൈഖ് പറഞ്ഞു വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. യഅ്ബുദൂൻ എന്നതിന്റെ അർത്ഥമായി യുവഹിദൂനി, എന്നെ മാത്രം എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയതായി കാണാം. ഈ ഒരർത്ഥം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വഹിദൂ റബ്ബക്കും, അഥവാ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ ഇബാദത്തിന്റെ കൽപ്പനയുണ്ടോ അതെല്ലാം തൗഹീദിന്റെ കൽപ്പനയാണ്. കാരണം തൗഹീദ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഇബാദത്തായി തീരുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഉഅ്ബുദു എന്നുള്ളത് വഹിദു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. എന്നിട്ട് പറഞ്ഞു വഅഅ്ളമു മാ അമറല്ലാഹു ബിഹി തൗഹീദ്, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായത് തൗഹീദാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് അത് തൗഹീദാണ്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് അത് ശിർക്കാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അധികം ആളുകൾക്കും ഇതറിയുകയില്ല. ഉദാഹരണമായി ഒരു വ്യക്തി അവനവന്റെ ജീവിതകാലം മുഴുവൻ നമസ്കരിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സദഖകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ മരിക്കുന്നതിന്റെ തൊട്ട് ഒരു മിനിറ്റ് മുമ്പ് അവൻ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക. അവനാണോ? അതല്ല, മറ്റു തിന്മകൾ തൗഹീദ് ഉണ്ടായിരിക്കെ തന്നെ
മറ്റ് തിന്മകൾ ചെയ്ത വ്യക്തിയാണോ അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും മോശക്കാരൻ എന്ന് നാം ചോദിച്ചാൽ പല ആളുകളുടെയും ഉത്തരം രണ്ടാമത്തെ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ശിർക്കാണ് ഏറ്റവും ഗൗരവമേറിയ തിന്മ എന്ന് നാം നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും മഹത്വമേറിയത് തൗഹീദാണെന്ന് നാം പറഞ്ഞു. കാരണം പ്രവാചകന്മാർ ജനങ്ങളെ ആദ്യമായി ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. ധാരാളം പ്രവാചകന്മാരുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അവർ തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞതായി കാണാം, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ്, നീ ആദ്യമായി ജനങ്ങളെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് നൽകുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അതിന്റെ പേജുകൾ നാം മറിച്ചു നോക്കുമ്പോൾ അതിലെ ആദ്യത്തെ കൽപ്പന ഏതാണ്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന തൗഹീദിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന. അതുപോലെ ഒരു വ്യക്തി അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ തൗഹീദാണ് അള്ളാഹു കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്തമായ കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ശൈഖ് പറഞ്ഞു, വഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തുകൾ, ആരാധനകൾ അള്ളാഹുവിന് മാത്രം നൽകി അവനെ ഏകനാക്കലാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് തൗഹീദുൽ ഉലൂഹിയ്യ, അതിന്റെ നിർവചനമാണ് ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാരണം തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിലാണ് നമ്മുടെ ഉമ്മത്തിൽ അധിക ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ എന്നെല്ലാം വിശ്വസിക്കുന്നവർ തന്നെയാണ് അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുന്നതും അവരുടെ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും അവർക്ക് നേർച്ചകൾ നൽകുന്നതും അവരിൽ തവക്കുലാക്കുന്നതും. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ, അതിലാണ് അധിക ജനങ്ങൾക്കും അധിക ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തൗഹീദിന്റെ നിർവചനമായി തൗഹീദുൽ ഉലൂഹിയ്യ പ്രത്യേകമായി ഇവിടെ എടുത്തു നൽകിയത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു വിരോധിച്ചതിൽ ഏറ്റവും ഗൗരവമേറിയത് ശിർക്കാകുന്നു. എന്നിട്ട് വഹുവ ദഅവതു ഗൈരിഹി മഅഹു, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോടൊപ്പം അവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് എന്ന് ശിർക്കിന്റെ നിർവചനമായിക്കൊണ്ട് ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ നൽകുകയാണ്. ഇതും തൗഹീദുൽ ഉലൂഹിയ്യയുമായി ബന്ധപ്പെട്ട ശിർക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ സമർപ്പിക്കുക തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ പങ്കുചേർക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവന് മാത്രമേ നമ്മുടെ ആരാധനകളെല്ലാം സമർപ്പിക്കാവൂ. ഈ ഒരു കാര്യത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായത്. ആ ഒരു കാര്യം തന്നെ തൗഹീദിന്റെയും ശിർക്കിന്റെയും അതിന്റെ പ്രാധാന്യത്തെ, അതുപോലെ ശിർക്കിന്റെ അപകടത്തെ നമുക്ക് മനസ്സിലാക്കി നൽകുന്ന കാര്യമാണ്. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും കാര്യങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതുപോലെ വിശുദ്ധ ഖുർആൻ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിരോധനം ഏത് കാര്യത്തെ കുറിച്ചാണ്? ശിർക്കിനെ കുറിച്ചാണ്. ആദ്യത്തെ കൽപ്പന തൗഹീദിനെ കുറിച്ചാണ്. ആദ്യത്തെ വിരോധനം അത് ശിർക്കിനെ കുറിച്ചാണ്. അള്ളാഹു പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അഥവാ അള്ളാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് മെച്ചയാക്കി തന്നത്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനവനാണ്, ആ മഴ മുഖേന നിങ്ങൾക്ക് സസ്യങ്ങളും ഫലവർഗ്ഗങ്ങളും ഉറപ്പിച്ചു നൽകുന്നവനവനാണ്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ തൊട്ട് വിരോധിക്കുകയാണ്. അതുപോലെ തന്നെ ശിർക്കിനുള്ള ശിക്ഷ അത് അതികഠിനമാണ്. ശിർക്കിലായിക്കൊണ്ടാണ് ഒരു വ്യക്തി മരണപ്പെടുന്നതെങ്കിൽ, തൗബ ചെയ്യാതെ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. അവൻ എന്ത് മറ്റു നല്ല സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല.
ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ ജുദആൻ. അദ്ദേഹത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ ജുദആൻ അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കുകയും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഈ ഒരു കാര്യം അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. കാരണം അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുകയോ പരലോകത്തിൽ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും അദ്ദേഹത്തിന് നാളെ പരലോകത്ത് ഉപകരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ശിർക്കിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, അയ്യു ദംബി അഅ്ളം, പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമേറിയത് ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ അവന് സമന്മാരെ നിശ്ചയിക്കലാണ്, അതാണ് ഏറ്റവും വലിയ പാപം, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇത് റസൂലുള്ള 3 തവണ സ്വഹാബികളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറയുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക, അതാണ് പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇതിനുള്ള തെളിവെന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് തൗഹീദാണെന്നും വിരോധിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ശിർക്കാണെന്നുമുള്ളതിനുള്ള തെളിവ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈആ, അവരിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഈ ആയത്ത് സൂറത്തുൽ നിസായിലെ ദീർഘമേറിയ ഒരു ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അയൽവാസികളുമായി ബന്ധം സ്ഥാപിക്കണമെന്നും അങ്ങനെ 10 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് എങ്ങനെയാണ്? തൗഹീദ് കൊണ്ടാണ്. അതുപോലെ ശിർക്കിൽ നിന്നുള്ള വിരോധനം, അതിൽ നിന്നുള്ള താക്കീത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൗഹീദാണ് ഏറ്റവും മഹത്വമേറിയ കാര്യമെന്നും ശിർക്കാണ് ഏറ്റവും ഗുരുതരമായ പാപമെന്നും നമുക്ക് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇതുപോലെ ഒട്ടനവധി ആയത്തുകളുണ്ട്. അള്ളാഹു ധാരാളം കാര്യങ്ങൾ വിരോധിക്കുന്ന ആയത്തുകൾ. അതിന്റെ എല്ലാം ഏറ്റവും തുടക്കത്തിൽ അള്ളാഹു വിരോധിക്കുന്ന കാര്യം എന്താണ്? അത് ശിർക്കിനെ കുറിച്ചാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവർ തൗഹീദിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. അതുപോലെ ശിർക്കിനെ തൊട്ടായിരിക്കണം നാം ജനങ്ങളെ ആദ്യമായി താക്കീത് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തതായി നമ്മുടെ ഗ്രന്ഥത്തിന്റെ അതിന്റെ അടിസ്ഥാനം സലാസത്തുൽ ഉസൂൽ, 3 അടിസ്ഥാനങ്ങൾ. അള്ളാഹുവിനെ അറിയുക, അവന്റെ റസൂലിനെ അറിയുക, അവന്റെ ദീനിനെ അറിയുക. ഈ 3 കാര്യങ്ങളിലേക്ക് നാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പ്രവേശിക്കുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم صل وسلم على نبينا محمد.